ഹായ് ഡിയേഴ്സ്, ഞാനൊരു നല്ലൊരു വട ഉണ്ടാക്കിയതാണ്. അപ്പം നോക്കാലോ വട എങ്ങനെ ഉണ്ടാക്കിയെന്ന്. ഓക്കെ, അപ്പം തലേ ദിവസമാണെങ്കിൽ ഉഴുന്ന് കുറച്ച് വെള്ളത്തിലിട്ട് 4 മണിക്കൂറോ 5 മണിക്കൂറോ ഉഴുന്നൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ ആ കുതിർന്നതിന് ശേഷം അതൊന്ന് വെള്ളം വാറാൻ വെക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് അധികം വെള്ളം ഉണ്ടാവരുത്, കുറച്ചത് കുഴഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടി. വെള്ളമായാൽ നമുക്ക് ഉരുട്ടി അതിനകത്തേക്ക് ഇടാൻ പറ്റില്ല. പിന്നെ വലിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെയാണ് വേണ്ടത്. കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്രഷ്ഡായിട്ടുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി, അധികം ആൾക്കാരും വടയിൽ അരിപ്പൊടി ചേർക്കാറില്ല. ഞാനൊരു 1.5 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. എനിക്ക് കുറച്ചൊരു ക്രിസ്പായിട്ട് വേണം, അതുകൊണ്ട് ഞാൻ വടയിൽ ഒരു അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഈ ഉഴുന്ന് മാത്രം നമ്മൾ മിക്സിയിൽ ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചിട്ട്, അധികം അരഞ്ഞു പോകരുത്, ഒരു മീഡിയമായിട്ട് അരയ്ക്കണം. അതിനുശേഷം നമ്മൾ ഈ എല്ലാ കൂട്ടുകളും ഉള്ളി, പച്ചമുളക്, ഇഞ്ചി നുറുക്കി അരിഞ്ഞത് എല്ലാം കൂടെ അതിനകത്തേക്ക് ഇടണം. എന്നിട്ട് അത് വട ഉണ്ടാക്കുന്ന സമയത്ത് അത് നമ്മുടെ കയ്യിലൊന്ന് നനച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തൊന്ന് നനയ്ക്കുക, കൈ ഒന്ന് നനയ്ക്കണം. എന്നിട്ട് ഇത് ഉരുട്ടിയിട്ട് അതിനെ കുറച്ചിങ്ങനെ ഇതേപോലെ ആക്കിയിട്ട് ഇടണം അതിനകത്തേക്ക്. അപ്പം നമുക്ക് പെട്ടെന്ന് ഉരുട്ടാൻ പറ്റും, കയ്യിൽ ഉരുളയാക്കാൻ പറ്റും. കയ്യിലൊന്ന് നനവുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നമ്മളെ ഉരുളകളാക്കിയിട്ട് നമുക്കിങ്ങനെ നടുവിലൊരു ഓട്ട വെച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. Okay dears, thank you for watching my video. Thank you.